മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന 150 മീറ്റർ നീളമുള്ള ട്രെയിനിന് അതേ ദിശയിൽ 6 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ എത്ര സമയം വേണം? അപ്പോൾ ഒരു ട്രെയിന് ഒരു വ്യക്തിയോ പോസ്റ്റിനെയോ ഒക്കെ മറികടക്കുകയാണെങ്കിൽ ആ ട്രെയിനിൻ്റെ നീളം മാത്രം കണ്ടാൽ മതി. മറിച്ച് ഒരു പാലം അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം അതുമല്ലെങ്കിൽ മറ്റൊരു ട്രെയിനിനെ മറികടക്കുന്നതാണെങ്കിൽ ആ രണ്ട് നീളങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് വേണം നമ്മൾ ഉത്തരം കണ്ടുപിടിക്കാൻ. അതുപോലെ തന്നെ തന്നിരിക്കുന്ന ട്രെയിനിൻ്റെ വേഗത കിലോമീറ്ററിലും ട്രെയിനിൻ്റെ നീളം എന്ന് പറയുന്നത് മീറ്ററിലുള്ളത്. അപ്പോൾ ഇങ്ങനെ കിലോമീറ്ററും മീറ്റർ എന്ന് പറയുമ്പോൾ രണ്ട് വ്യത്യസ്ത യൂണിറ്റിലാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ രണ്ടിനെയും ഒരേ യൂണിറ്റിലേക്ക് മാറ്റണം. അപ്പോൾ അങ്ങനെ അതിനെ കൺവേർട്ട് ചെയ്തിട്ടുള്ള അളവാണ് ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അതായത് 18 km/h എന്നുള്ളത് 5 m/s. അതുപോലെ തന്നെ മറ്റുള്ള അളവുകൾ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മനപ്പാടാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ തന്നിരിക്കുന്നതിൽ ഒരേ ദിശയിലായതിനാൽ ഈ വേഗതകൾ തമ്മിൽ കുറക്കണം. ഒരേ ദിശയിലായാൽ വേഗതകൾ തമ്മിൽ കുറക്കുക. അതുപോലെ തന്നെ എതിർദിശയിലാണെങ്കിൽ വേഗതകൾ തമ്മിൽ കൂട്ടണം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള അളവുകൾ എന്ന് പറയുന്നത് 60ഉം 6ഉമാണ്. അപ്പോൾ 60 - 6 54 km/h വേഗത എന്ന് കിട്ടും. 54 km/h എന്നത് 15 m/s ആണ്. അപ്പോൾ നമ്മുടെ ദൂരം എന്ന് പറയുന്നത് 150 ആണ്. 150 / 15 10 സെക്കൻഡാണ് ആൻസർ. മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 500 മീറ്റർ നീളമുള്ള ട്രെയിനിന് എതിർദിശയിൽ 10 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തിയെ കടന്നു പോകാൻ എത്ര സമയം വേണം? അപ്പോൾ ഇവിടെ എന്താ നോക്കേണ്ടത്? എതിർദിശയിലാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് വേണം? വേഗതകൾ തമ്മിൽ കൂട്ടണം. 80 + 10 90 km/h വേഗത എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 90 km/h എന്നത് 25 m/s ആണ്. അപ്പോൾ നമുക്ക് ആകെയുള്ള ദൂരം എത്രയാണ്? 500 മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ 500/25 20 സെക്കൻഡ് എന്നതാണ് ആൻസർ. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന 250 മീറ്റർ നീളമുള്ള ട്രെയിനിന് എതിർദിശയിൽ 40 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന 150 മീറ്റർ നീളമുള്ള ട്രെയിനിനെ കടന്നു പോകാൻ എത്ര സമയം വേണം? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് എതിർദിശയിലാണ്, അപ്പോൾ വേഗതകൾ തമ്മിൽ കൂട്ടണം. അതുപോലെ തന്നെ രണ്ട് ട്രെയിൻ ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ ആ രണ്ട് ട്രെയിനിൻ്റെയും നീളങ്ങൾ തമ്മിൽ കൂട്ടണം. അപ്പോൾ 250 + 150 400 മീറ്ററാണ് ആകെ സഞ്ചരിക്കേണ്ട ദൂരം. ഇനിയോ 50 + 40 90 km/h എന്നതാണ് വേഗത. 90 km/h എന്നത് 25 m/s ആണ്. അപ്പോൾ നമുക്ക് ആകെ സഞ്ചരിക്കേണ്ടത് എത്ര ദൂരമാണ്? 400 400/25 16 സെക്കൻഡ് എന്ന് ഉത്തരം കിട്ടും.